ഉഴവൂർ കോളേജിൻ്റെ പ്രിൻസിപ്പളും അതോടൊപ്പം തന്നെ ഗാന്ധിജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു. കേരള സ്റ്റേറ്റ് സെയിൽ ടാക്സ് അഡ്വൈസറി കമ്മിറ്റി മെമ്പറും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് മെമ്പറും ഇന്ത്യയിലെ ക്രിസ്ത്യൻ കോളേജുകളുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പറും അതോടൊപ്പം ഇന്ത്യയിലെ കത്തോലിക്ക കോളേജുകളുടെ സംഘടനയായ സേവിയർ ബോർഡ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായി ഉഴവൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായും സേവനം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതി തുടങ്ങിയ കാലം മുതൽ എല്ലാ വേദികളിലും അദ്ദേഹം നമ്മളോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്. ഇന്ന് ഹൈക്കോടതി വിധിയെക്കുറിച്ചും അതിൻ്റെ കോട്ടങ്ങളെക്കുറിച്ചും വളരെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി ജ്ഞാനായ സമുദായ സംരക്ഷണ സമിതിയുടെ പേട്രൺ ബേബി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിൽ സദസ്സിലും ഉള്ള പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഇന്നൊരു അച്ഛനുണ്ട്. ആ അച്ഛൻ റെജിമോനച്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. വർഷങ്ങളായിട്ട് എൻ്റെ കൂടെ പ്രാൽസാറിൻ്റെ കൂടെയൊക്കെ ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അധ്യാപകനായിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ കാരിത്താസിലെ വൈദികർക്കുള്ള ആ സദനത്തിൽ റെസ്റ്റ് എടുക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ ഒരു പ്രത്യേകം താങ്ക്സ് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒരു മഴ ദിവസമാണിന്ന്. രാവിലെ 9:30 തുടങ്ങി ഈ സമയം കുറച്ച് സമയം വരെ അതുണ്ടായിരുന്നു. എന്നിട്ടും ഈ മാമ്മൻ മാപ്പിള ഹോള് നിറഞ്ഞു കവിഞ്ഞ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ മുഖത്ത് ഞാനൊരു ഉത്കണ്ഠ കാണുന്നുണ്ട്. AD 345 മുതൽ കുടിയേറി അന്ന് മുതൽ ജ്ഞാനായ സമുദായം പല പല നാടുകളിൽ എല്ലാം കുടിയേറി യാതൊരു ശല്യവും ഇല്ലാതെ സമാധാനത്തോടെ ജീവിച്ചു വന്നിരുന്നു. ഇപ്പോൾ നമുക്ക് നിലനിൽപ്പില്ല എന്ന് കോടതികൾ പറയുകയാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്കറിയാം. 2006 ആണ് നമ്മുടെ മെത്രോപൊലിത്ത മാർ മാത്യു മൂലക്കാട് കോട്ടയം രൂപതയുടെ മെത്രാപോലിത്തയായി അഭിഷക്തനാവുന്നത്. കഴിഞ്ഞ ദിവസം ദുഃഖവെള്ളിയാഴ്ച ഉഴവൂർ പള്ളിയിൽ ഒരു കപ്പൂച്ചനച്ചൻ ഫാദർ KC ജോസഫ് അദ്ദേഹം ഒരു സന്ദേശം ഉഴവൂർ തന്നു. അപ്പോഴദ്ദേഹം പറഞ്ഞു, ഞാൻ ജയരാജച്ചൻ്റെ അനുവാദം, കപ്പൂച്ചനാണല്ലോ, ജയരാജച്ചൻ്റെ അനുവാദം മേടിച്ചുകൊണ്ടാണ് ഞാൻ മാക്കീൽ പിതാവിൻ്റെ ഒരു കാര്യം പറയാൻ പോകുന്നത് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇതാ, ദുഃഖവെള്ളിയാഴ്ച സന്ദേശത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, മാക്കീ പിതാവ് ചങ്ങനാശ്ശേരി അരമനയുടെ പിൻവാതിലിലൂടെ പ്രാണരക്ഷാർത്ഥം ഒളിച്ചോടിപ്പോകേണ്ടി വന്നു. അതിന് കാരണം അദ്ദേഹം ഒരു നീതിമാനും സമുദായ സ്നേഹിയും ആയിരുന്നത് കൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി. ഞാൻ ഓർക്കുന്നു, ജ്ഞാനായക്കാരനല്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം വരെ പറഞ്ഞു, മാർ മാത്യു മാക്കിയിൽ നീതിമാനായിരുന്നു, സമുദായത്തെ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് എന്ന് പറയുകയുണ്ടായി. 2006 നമ്മുടെ പിതാവ് മാർ മാത്യു മൂലക്കാട്ട് കോട്ടയം രൂപതയുടെ മെത്രാനായി. അത് കഴിഞ്ഞ് 2009 ജനുവരി മാസം 6-ാം തീയതി അദ്ദേഹം കോട്ടയം രൂപതയുടെ നിയമസംഹിത പ്രഖ്യാപിച്ചു. അത് പുറത്തുവിട്ടു. അതിനകത്ത് ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇത് പലരും കുറ്റം പറയുന്നുണ്ട്, അവരൊക്കെ ഇതിന് അറിയാൻ മേലായിരുന്നോ, അന്ന് ഇതുണ്ടായിരുന്നു, അന്നാരും കുറ്റം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുകയുണ്ടായി. ഈ 2009 അദ്ദേഹം പുറത്തുവിട്ട നിയമസംഹിതയിൽ മുഴുവൻ സീറോ മലബാറിൻ്റെ നിയമവ്യവസ്ഥകൾ അതുപടി പകർത്തി എഴുതിയിരിക്കുകയാണ്. അതിൽ വന്നിട്ടുള്ള 55-ാം പേജിലെ ഒരു നിയമം അതിന്ന് കോട്ടയം രൂപതയ്ക്കെതിരെ സബ് കോടതി, അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി, ഹൈക്കോടതി എല്ലാം എടുത്തിട്ട് പന്താടുക. ഈ കോടതികൾ ചോദിക്കുന്നു, ഒരു അൺവെഡ് ജ്ഞാനായ സ്ത്രീയുടെ പിതാവ് ആരെന്നറിയാത്ത കുട്ടിയെ മാമോദിസ മുക്കാമെങ്കിൽ എന്തുകൊണ്ട് മാറിക്കെട്ടിയ ഒരുത്തൻ്റെ കുട്ടിയെ മാമോദിസ മുക്കിക്കൂടാ? ചോദ്യം. ഇതിട്ട് കോടതി എടുത്തിട്ടങ്ങ് അടിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ ആ സ്ത്രീയെ, ആ
പിതാവ് ആരെന്നറിയാൻ പാടില്ലാത്ത കുട്ടിയെ മാമോദിസ മുക്കാവെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം എൻഡോഗാമിക്ക് നിങ്ങളുടെ ഇടയിൽ പ്രസക്തിയില്ല. എൻഡോഗാമി ഇല്ലാതെ തന്നെ കുട്ടികളെ മാമോദിസ മുക്കാം എന്നുള്ളതാണ് ആ തീരുമാനം. അതാണ് കോടതിയുടെ തീരുമാനം. രണ്ടാമത് വേറൊന്നുണ്ട്. 111 പേജിൽ ദളിത് ക്രൈസ്തവർക്ക് നമ്മുടെ പാരീഷ് കൗൺസിലിൽ അംഗത്വം കൊടുക്കണമെന്നുണ്ട്. അത് നമുക്കൊന്നും ഇല്ലാത്തതാണ്. വേറൊന്ന് 77 പേജിൽ മാതാപിതാക്കൾ അവർക്കറിവില്ലാതെ അവരറിയാതെ പ്രായപൂർത്തിയായ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുവാൻ സഭാ മേലധ്യക്ഷൻ്റെ അനുവാദമില്ലാതെ അവരുടെ വിവാഹം നടത്താൻ പാടില്ല. പക്ഷേ മേലധ്യക്ഷൻ്റെ അനുവാദമുണ്ടെങ്കിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ മാരേജ് നടത്താനുള്ള അവകാശം മെത്രാനുണ്ട് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോഴ് യാതൊരു കാരണവശാലും സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് നോക്കിയാൽ പ്രായപൂർത്തിയാകാത്ത ഒരാളെ കല്യാണം കഴിപ്പിക്കാൻ അവർക്ക് സാധിക്കില്ല, അവകാശമില്ല. സംഗതി പോക്സോ കേസ് ആകുന്ന കേസാണ്. അപ്പം ഇങ്ങനെ ഈ പരിപാടികൾ ഇതെല്ലാം എഴുതി വെച്ച് അന്നേ അറിയാം 2009 തുടങ്ങിയതാ ഈ പരിപാടി. കാരണം സീറോ മലബാറും കോട്ടയം രൂപതയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. കോടതിയിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൻ്റെ 25ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, കോട്ടയം രൂപതയിലെ പള്ളികളിലും സീറോ മലബാറിൻ്റെ പള്ളികളിലും ഒരേ മാതിരിയുള്ള കർമ്മങ്ങളാണ് നടക്കുന്നത്, ഒരു വ്യത്യാസവും ഇല്ല. കോടതി ചോദിച്ചു, അപ്പോൾ പിന്നെ മറ്റ് പാലാ രൂപതയിലുള്ള അല്ലെ ചങ്ങനാശ്ശേരിയിലുള്ള ഒരു കുട്ടിയുടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെ കെട്ടിക്കൂടാ? നിയമങ്ങളെല്ലാം ഒരുപോലെയല്ലേ, ആചാരങ്ങളെല്ലാം ഒരുപോലെ, പിന്നെ എന്തുകൊണ്ട് കെട്ടിക്കൂടാ? നമ്മുടെ KSSൻ്റെ വക്കീല് അപ്പോൾ പറഞ്ഞു, തോബിത്തിൻ്റെ പുസ്തകം അതിലെ 4-ാമത്തെ അധ്യായം 12-ാം വാചകത്തിൽ പറയുന്നുണ്ട്, തോബിയാസ് എന്ന തൻ്റെ പുത്രനെ ഉപദേശിക്കുക മരിക്കാറായപ്പോൾ, മകനെ നീ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ 6 ഗോത്രത്തിൽ നിന്നേ കല്യാണം കഴിക്കാവൂ. ആദ്യം പറയുന്നത്, നീ നിൻ്റെ അമ്മയെ ബഹുമാനിക്കണം, അമ്മയെ ആദരിക്കണം, അമ്മയ്ക്ക് യാതൊരുവിധ അപകടങ്ങളും വരുത്തരുത്, പിന്നെ നീ നല്ലവനായിട്ട് മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നതാ, നീ നിൻ്റെ 6 ഗോത്രത്തിൽ നിന്ന് മാത്രമേ ഭാര്യയെ സ്വീകരിക്കാൻ പാടുള്ളൂ. മറ്റൊന്ന്, നോഹ, അബ്രഹാം, ഇസഹാക്ക് ഇവരെല്ലാം അവരുടെ ഗോത്രത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചിരുന്നത്. അതുകൊണ്ട് അതൊഴിച്ച് നീ ഒരിക്കലും കല്യാണം കഴിക്കരുത്. ഇതാണ് നമുക്ക് മറ്റ് രൂപതകളും പാലാ രൂപതയും കോട്ടയം രൂപതയും ചങ്ങനാശ്ശേരി രൂപതയും തമ്മിലുള്ള വ്യത്യാസം. ഇത് കോടതിയിൽ കൊടുത്തു. ഇത് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ സീറോ മലബാറിന് വേണ്ടി ഒരു വക്കീലുണ്ടായിരുന്നു. പണ്ട് അദ്ദേഹം നമ്മുടെ കോട്ടയം രൂപതയുടെ വക്കീലായിരുന്നു. ഇപ്പോൾ അത് സീറോ മലബാറിൻ്റെ PRO അവരുടെ വക്കീലായിട്ടാണ് ഈ പ്രാവശ്യം ഹൈക്കോടതിയിൽ പോയത്. അദ്ദേഹം പറഞ്ഞു, എല്ലാ കൂതാശകളും എല്ലാം ഒരുപോലെയാണ്. സീറോ മലബാർ അപ്പോൾ അവർ ചോദിച്ചു, താങ്കൾ അഫിഡവിറ്റ് വല്ലതും കൊടുത്തിട്ടുണ്ടോ, എന്തെങ്കിലും സബ്മിഷൻ കൊടുത്തിട്ടുണ്ടോ? സീറോ മലബാറിന് വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. ഇല്ല, അന്ന് അവിടെ ഇരുന്നു പറയണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഈ തോബിത്തിൻ്റെ കാര്യം ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് കാര്യമായിട്ട് എടുത്തില്ല. കാരണം എല്ലായിടത്തും നമ്മളെ പിതാവ് കൊടുത്തിരിക്കുന്ന, മെത്രാൻ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൻ്റെ 25ാമത്തെ ഖണ്ഡികയിൽ ഈ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം ഒന്നുപോലെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2009 ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അതിരൂപത നിയമസംഗ്രഹം കഴിഞ്ഞിട്ട് 2014 അദ്ദേഹം ഒരു വലിയ ചതി ക്നാനായ സമുദായത്തോട് ചെയ്തു. വലിയ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം രൂപതയുടെ അടിസ്ഥാന പ്രമാണമായ സ്വവംശ വിവാഹത്തിൻ്റെ ആ നിഷ്ഠയുടെ അടിവേറക്കുന്ന ഒരു തീരുമാനം അദ്ദേഹം എടുത്തു. അതാണ് ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ്. ഈ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ് അതിലെന്താ പറയുന്നത്? ഒരു ക്നാനായ ഇടവകയിലെ ഒരു പുരുഷൻ ക്നാനായേതര സ്ത്രീയെ വിവാഹം ചെയ്താൽ ആ വിവാഹത്തിലെ
അവൻ്റെ സ്പൗസ് പാർട്ട്ണറും അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികളും ആ ഇടവകയിലായിരിക്കില്ല, അടുത്ത ജ്ഞാനായേതര ഇടവകയിലായിരിക്കും. പക്ഷേ അവൻ ആ ഇടവകയിൽ തുടരാം. അതാണ് ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ്. ഈ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ് നമ്മുടെ പണ്ടത്തെ ബിഷപ്പുമാരുണ്ടല്ലോ, ദേ ഇവിടെ ഇരിക്കുന്നു, മാക്കിയിൽ പിതാവ്, ചൂളപ്പറമ്പിൽ പിതാവ്, തറയിൽ പിതാവ്, കുന്നിശ്ശേരി പിതാവ്, ഇവരൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന ഒരു വിനാശകരമായ ഒരു തീരുമാനമായിരുന്നു ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ്. അതോടെ ജ്ഞാനായ സമുദായത്തിൻ്റെ AD 345 മുതൽ നമ്മൾ ആചരിച്ചു വന്ന സ്വവംശ വിവാഹനിഷ്ഠ എൻ്റെ കവി അതില്ലാതായി. അതില്ലാത്ത പള്ളികളാണ് ജ്ഞാനായ മിഷൻ എന്ന ഓമന പേരിൽ ഇപ്പോഴ് ഇന്ത്യയുടെ വെളിയിലുള്ള എല്ലാ ഭാഗത്തും ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ അംഗത്വം എടുത്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ നമ്മുടെ മാതൃടവയിലെ അംഗത്വം നിലനിൽക്കൂ എന്നുവരെ ഉള്ള തീരുമാനമുണ്ടായിരുന്നു. അത് കോടതി സ്റ്റേ ചെയ്തിരിക്കുക. സ്നേഹിതരെ, ഈ 2014 ഈ തീരുമാനം കണ്ടു കഴിഞ്ഞപ്പോൾ മാറിക്കെട്ടിയവർ സന്തോഷിച്ചു. അവരുടെ ആവശ്യം ഇത് തന്നെയാണ്. അവർ മാറിക്കെട്ടി അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ഇടവകയിൽ കയറണം. ഇടവക കയറണമെങ്കിൽ എന്താ മാർഗം? നമ്മുടെ പിതാവ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരുത്തൻ മാറിക്കെട്ടിയാൽ അവൻ അവൻ്റെ ഇടവകയെ തുടരാം. അവർക്കത് മതി. കാരണം ഒരു ഇൻ്റർനാഷണൽ ലോ ഉണ്ട്, ഒരു നിയമമുണ്ട്. ഭർത്താവ് എവിടെ ആയിരിക്കുന്നുവോ അവിടെ ഭാര്യയും മക്കളും അവിടെ ഉണ്ടായിരിക്കണം, അവിടെ ആയിരിക്കണം എന്നുള്ളത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് പ്രിൻസിപ്പിളാണ്. അതിനെ ആര് നോക്കിയാലും കളയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി, ഈ വഴി ഒന്ന് കയറി പറ്റിയാൽ പിന്നെ തങ്ങളുടെ ഭാര്യയെ മക്കളെയൊക്കെ അകത്ത് കയറ്റാം. അതുകൊണ്ട് 2015 ഇതിനെ ബേസ് ചെയ്ത് ഇതൊരു കച്ചിത്തുരുമ്പായി എടുത്തുകൊണ്ട് 2015 അവർ നവീകരണ സമിതിക്കാർ കോട്ടയം രൂപതയ്ക്കെതിരെ കേസ് കൊടുത്തു. അങ്ങനെ കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ KCC ഒരു അഫിഡവിറ്റ് കൊടുത്തു കോടതിയിൽ. KCCയുടെ പ്രസിഡൻറ്റ്, ഇതെല്ലാം എൻ്റെ കയ്യിൽ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം വേണം, സമയമില്ല, അതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അതിനകത്ത് 3ാമത്തെ പാരഗ്രാഫിൽ KCC പ്രസിഡന്റ് കൊടുത്തിരിക്കുന്നത്, ആർച്ച് ബിഷപ്പ് ഓഫ് കോട്ടയം ഈസ് ദ സുപ്രീം അതോറിറ്റി, ഹി ക്യാൻ എക്സ്കമ്മ്യൂണിക്കേറ്റ് ദോസ് ഹു വയലേറ്റ് ദി എൻഡോഗാമി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി കൊടുത്തു. അതുവരെ നമ്മളെന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളാരെയും കളയുന്നില്ല. അവനിങ്ങനെ കെട്ടാൻ ആഗ്രഹിക്കുന്നവൻ അനുവാദം മേടിച്ചുകൊണ്ട് അനുവാദം ചോദിക്കും, അന്നേരം നമ്മൾ കൊടുക്കും. അതിന് കാരണമുണ്ട്. കോട്ടയം രൂപതയുടെ മെത്രാന് കനാനയക്കാരുടെ മേൽ മാത്രമേ പേഴ്സണൽ ജൂറിഡിക്ഷനുള്ളൂ. നമ്മുടെ പള്ളി വന്ന് വേറൊരു വടക്കുംഭാഗത്തി പെണ്ണ് കെട്ടാൻ വന്നു കഴിഞ്ഞാൽ അവളെ ഇവിടെ സമ്മതമാണോ എന്ന് ചോദിച്ച് കെട്ടിക്കാനുള്ള പ്രൊവിഷൻ കോട്ടയം രൂപത മെത്രാനില്ല. അതുകൊണ്ടാണ് അവരെ നമ്മുടെ പള്ളിയിൽ കല്യാണം നടത്താത്തതും കല്യാണം കഴിക്കുന്നവരെ അടുത്ത മറ്റ് ഇടവകയിൽ ചേർക്കുന്നത്. അത് അങ്ങനെ എഴുതി. അത് കഴിഞ്ഞ് അവരുടെ 23ാമത്തെ പാരഗ്രാഫിൽ 22ാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനം അവരെഴുതി, നമ്മുടെ KCC എഴുതി, ജ്ഞാനായ മാതാപിതാക്കളിൽ നിന്നും ജനിക്കുന്നവർ അവർക്ക് മരണം വരെ കോട്ടയം രൂപതയിലും അവരുടെ ഇടവകയിലും തുടരാം, ഒരു കുഴപ്പമില്ല. ദാറ്റ് ഈസ് ദി യൂഷ്വൽ കസ്റ്റം ആൻഡ് പ്രാക്ടീസ് ഫോളോഡ് ബൈ ജ്ഞാനൈറ്റ്സ് എന്നെഴുതി. അതിൻ്റെ അർത്ഥം എന്നാ? ഈ ട്രൈ പാർട്ടി എഗ്രിമെൻറ്റിൻ്റെ അതേ ആശയം. ജ്ഞാനായ മാതാപിതാക്കളിൽ നിന്നും ജനിക്കുന്ന അവർക്കെല്ലാം അവർ കല്യാണം കഴിക്കുമ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ട ഏത് ജാതിപ്പെട്ടവരെ കല്യാണം കഴിച്ചാലും അവന് കോട്ടയം രൂപതയിൽ തുടരാം. അതല്ലേ വേണ്ടത്? അതല്ലേ ഇവർക്കും വേണ്ടത്? ഇവർ പറയുന്നതാ. അപ്പം അഫിഡവിറ്റിൽ നമ്മുടെ മെത്രാൻ കൊടുത്തിരിക്കുന്നു, ജ്ഞാനായ മാതാപിതാക്കളിൽ ജനിച്ചവർക്കെല്ലാം അവിടെ തുടരാം.
അവർ പറഞ്ഞു ഞങ്ങൾ ജ്ഞാനായ മാതാപിതാക്കളും ജനിച്ചു, ഞങ്ങളൊന്ന് മാറിക്കെട്ടിയെന്നേ ഉള്ളൂ. മാറിക്കെട്ടിയാൽ ഇത് പോകുമെന്ന് ഈ അഫിഡവിറ്റ് പറയുന്നില്ല. അതുപോലെ തന്നെ ട്രൈപാർട്ടി അഗ്രിമെൻറ്റിലും ഇത് പറയുന്നില്ല. ഇതേ വാചകം തന്നെയാണ് മാത്യു മൂലക്കാട്ട് കോടതിയിൽ കൊടുത്തിരിക്കുന്ന, അവിടെയും 23-ാമത്തെ ഖണ്ഡികയിൽ കൊടുത്തിരിക്കുന്ന സെയിം തിക, ഒരേ ഇതാ. അപ്പോൾ അവരിതേ പറയുന്നുള്ളൂ. ട്രൈപാർട്ടി അഗ്രിമെൻറ്റിൽ പറയുന്നതും അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്ന റിട്ടൺ വേഴ്സിലും പറയുന്നത് ഇതാണ്. ഞങ്ങൾക്കത് കോടതി സമ്മതിച്ചാൽ മതി. അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കോടതി സമ്മതിച്ചു തന്നാൽ വേറൊന്നും വേണ്ട. ഇത് കോടതിയുടെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയ്ക്ക് KCCയുടെ ഒരു വക്കീൽ കോടതിയിൽ, ഹൈക്കോടതിയിൽ പറഞ്ഞു, നമ്മളെ നിയമസംഗ്രഹത്തിൻ്റെ 2-ാമത്തെ പേജിൽ പറയുന്നത്, അത് ഞാനൊന്ന് വായിച്ചു, അതാണ് ആക്ച്വൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതാണ്. 2-ാമത്തെ പേജിൽ ആ പേജിൽ പറയുന്നത് അത് വേണമായിരുന്നു കൊടുക്കാൻ, ഈ അഫിഡവിറ്റ് കൊടുക്കാനുള്ളത്, പക്ഷേ അത് കൊടുത്തില്ല. അപ്പോൾ ഒരു വക്കീൽ ഇത് കാണിച്ചു, ഇതാണ് ഞങ്ങളുടെ ആക്ച്വൽ. അന്നേരം ജഡ്ജി പറഞ്ഞു, വേർബല് ഇവിടെ റിട്ടേൺ ആയിട്ട് എഴുതി തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ വേർബലായിട്ടുള്ള വാദങ്ങൾ ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ യു, എനിക്കത് കേൾക്കണ്ട. റിട്ടേൺ ഉണ്ട്. അതായത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതാ, ക്നാനായ പുരുഷൻ ക്നാനായ സ്ത്രീയെ വിവാഹം ചെയ്യണമെന്നതാണ് സ്വീകാര്യമായ പാരമ്പര്യം. ഈ പാരമ്പര്യം ലംഘിച്ച് ക്നാനായ പുരുഷനോ സ്ത്രീയോ ഇതര സമുദായത്തിൽ നിന്ന് ജീവിത പങ്കാളിയെ സ്വീകരിച്ചാൽ അപ്രകാരം ഉണ്ടാകുന്ന കുടുംബ ഇവിടെ എന്നാ പറഞ്ഞിരിക്കുന്നത്, ട്രൈപാർട്ടിയിൽ ഇവൻ മാറിക്കെട്ടിയാൽ അവന് കുഴപ്പമില്ല, അവനെ ഇടവകയിൽ തുടരാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന കുടുംബം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ അപ്പനും അമ്മയും മക്കളുമാണ്. അതിന് വിപരീതമായിട്ടാണ് നമ്മുടെ പിതാവ് അഫിഡവിറ്റ് കൊടുത്തത്. അപ്പോൾ ഇത് കോടതി വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ വ്യക്തമായിട്ട് റിട്ടേൺ അഫിഡവിറ്റിലൂടെ പറയുന്നുണ്ട് ഇങ്ങനെ, അതുകൊണ്ട് നിങ്ങളുടെ ഈ വാക്കാൽ പറയുന്നത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ ഇരുത്തി. ഞാൻ ചുരുക്കുക, ഹൈക്കോടതിയിൽ ഒത്തിരി കാര്യങ്ങൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നില്ല. ഹൈക്കോടതി പറ്റിയത് KSS 2.5 ലക്ഷം രൂപ കൊടുത്ത് കക്ഷി ചേർന്നു ഹൈക്കോടതിയിൽ. അത് കഴിഞ്ഞ് വാദം തുടങ്ങിയപ്പോൾ അവിടെ എവിടെയൊക്കെ തപ്പിപ്പിടിച്ച് എല്ലാം കൂടെ 25,000 രൂപയും കൂടെ അയാൾക്ക് കൊടുത്തു. പക്ഷേ നമ്മുടെ വക്കീൽ ഹൈക്കോടതിയിൽ പറയാനായിട്ട് എഴുന്നേറ്റപ്പം പറഞ്ഞു, നോ, നിങ്ങൾ ഒത്തിരി വക്കീലന്മാരിവിടെ ഉണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വട്ട് പിടിക്കും. അതുകൊണ്ട് ഇവിടെ സീനിയർ വക്കീലായിട്ടുള്ള കൃഷ്ണനുണ്ട്, നമ്മുടെ മെത്രാൻ്റെ വക്കീലാണ്, നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃഷ്ണനോട് പറഞ്ഞു വെച്ചാൽ മതി, കൃഷ്ണൻ എന്നോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഇവരെ ഇരുത്തിയവിടെ. ഞങ്ങൾ വക്കീലുമായിട്ട് ബഹളം ഉണ്ടാക്കി. വക്കീൽ പറയുന്നത്, ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ 2.5 ലക്ഷം രൂപ തന്ന് ആണ് നിങ്ങളെ വക്കീലായിട്ട് വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ട് ഞങ്ങളുടെ കാര്യം പറയാനുള്ള പറഞ്ഞില്ല? അന്നേരം പറഞ്ഞു, സാറേ അവർ ഞങ്ങളെ അനുവദിക്കട്ടെ, ജഡ്ജി യൂസ് പ്ലീസ് 2-ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഐ ടോൾഡ് യു പ്ലീസ് സിറ്റ് ഡൗൺ, ഇരുത്തി. അക്ഷരം മിണ്ടാൻ സമ്മതിച്ചില്ല. അതുപോലെ ബാക്കി കുറേ ഇവരും മിണ്ടാൻ പറ്റിയില്ല. ബഹുമാന കൃഷ്ണനാണ് ഈ വാദമൊക്കെ നടത്തിയത്. പിന്നീട് അറിഞ്ഞു, നമ്മുടെ വക്കീലന്മാരവിടെ ഉള്ളവർ തന്നെ പറഞ്ഞു, ജഡ്ജി കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞോണ നമ്മുടെ അനീഷ് പറയുള്ളായി, കരിങ്കുത്ത് പറയുള്ളായി, നിങ്ങൾക്ക് ഒരു ഒത്തീർപ്പിലാവാൻ മേലേന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരി, നമ്മുടെ കൃഷ്ണൻ വക്കീൽ പറഞ്ഞു, ശരി മാറിക്കെട്ടിയവരെ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തേ അങ്ങനെ പറയാൻ? ആരവകാശം കൊടുത്തു? ആരോട് ചോദിച്ചിട്ടാണ് അത് പറയുന്നത്? നമ്മളത് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ടാ അവിടെ ചോദിച്ചു. വക്കീൽ അത് പറയണമെങ്കിൽ ചുമ്മാ മണ്ഡലത്തിലൊന്നും കാണിക്കുകയില്ല. വക്കീലിന് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും സമ്മതം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വക്കീൽ പറഞ്ഞ് മാറിക്കെട്ടിയവരെ കയറ്റാൻ തയ്യാറാണ്. എന്നിട്ട് മറ്റവർ പറഞ്ഞു അത് പറ്റിയില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യയും മക്കളും കൂടെ കയറണം. എന്നിട്ട് ജഡ്ജി പറഞ്ഞു, എന്നാൽ വേണ്ട, ഞാൻ നിങ്ങൾക്ക് ഓർഡർ ഇട്ടോളാം എന്ന് പറഞ്ഞ് അവസാനം മക്കളെയും ഭാര്യയും എല്ലാം കൂടെ കൂട്ടി കയറാനുള്ള ഓർഡറും കൊടുത്തു. സ്നേഹിതരെ, വക്കീലന്മാരെല്ലാം പറയുന്നുണ്ട് ഇതിനകത്തൊക്കെ ഒത്തിരി കളി നടന്നിട്ടുണ്ട്, നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും വലിയ ഇടിയില്ല. ഏതായാലും 9 ദിവസം കൊണ്ട് 181 പേജുള്ള വിധിന്യായം ആ 9 ദിവസം കൊണ്ട് അടിച്ച് സംഗതി വിധി വന്നു. അതിപ്പം എത്തി. അത് കഴിഞ്ഞപ്പോഴേ നമ്മുടെ പിതാവ് സിംഹാസനത്തിലൊക്കെ ഇരുന്നുകൊണ്ടൊരു, നിങ്ങൾ കണ്ടു കാണും, ഒന്നിറക്കി ഇസ്രായേൽ ജനതയെ യഹ്റോൻ്റെ ഇതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ചെങ്കടലിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ നിന്നുപോയി നിവൃത്തിയില്ലാതെ. മോശ വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞപ്പം കടൽ 2ആയിട്ട് മാറി, അതിലേ കടന്നു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പം കടൽ വീണ്ടും മൂടി, അവരെ എല്ലാം അകത്താക്കി. അതുപോലെ ദൈവം
ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നാണ് നമ്മുടെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. ശരിയാ, നമുക്കത് വിശ്വാസം. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെന്തുമാത്രം സത്യം ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റിയില്ല. കാരണം ഇതുവരെ ചതിയാ ചെയ്തത് നമ്മളോട്. ഇതുവരെ നമ്മളോട് ചെയ്ത മുഴുവൻ ചതിയാ. ട്രൈ പാർട്ടി എഗ്രിമെൻ്റ്, അത് കഴിഞ്ഞ് മുഴുവൻ അവർക്ക് അനുകൂലമായ മുഴുവൻ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുത്തു. അതുകൊണ്ട് അവസാനം വന്നപ്പം വിധി നമുക്ക് എതിരായി. എന്നിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ശരി വന്നോട്ടെ, കുഴപ്പമില്ല. എനിക്ക് ഈ അവസരത്തിൽ ഞാൻ നിർത്തുക, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, അന്ന് മാക്കീൽ പിതാവ് ജീവരക്ഷാർത്ഥം പ്രാണനും കൊണ്ട് ചങ്ങനാശ്ശേരി അരമനയുടെ പുറകിൽ കൂടി ഓടി രക്ഷപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ സമുദായത്തെ രക്ഷിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നേരെ അദ്ദേഹം ഓടിപ്പോയത് തൃശ്ശൂർ യോഹന്നാൻ, അന്നത്തെ തൃശ്ശൂര് മെത്രാൻ യോഹന്നാൻ മേനാച്ചേരിയുടെ അടുത്തും എറണാകുളത്തെ ലൂയിസ് പഴയപറമ്പിളിൻ്റെ അടുത്തോട്ടുമാണ് ചെന്നത്. അത് ഇവരെ രക്ഷിക്കണം, നമ്മളെ രക്ഷിക്കണം, ക്നാനായ സമുദായത്തെ ഇവരുടെ പിടിയിൽ നിന്നും ഇവരെ രക്ഷിച്ച് സ്വതന്ത്രരാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഇന്ന് നമ്മളെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, മാർ മാത്യു മൂക്കിലക്കാടിന് ഇനിയും നന്നാകാൻ അവസരമുണ്ട്, ഇനിയും നമ്മെ രക്ഷിക്കാനായിട്ടുള്ള അവസരമുണ്ട്. അത് കോടതിയിൽ അപ്പീൽ സുപ്രീം കോടതി ചെന്നാൽ നടക്കില്ല, മറിച്ച് റിമാൻഡ് ബാക്ക്. ഇത് റിമാൻഡ് ബാക്ക് എടുത്ത് സബ് കോടതിയിൽ വീണ്ടും കൊണ്ടുവന്ന് ഇതുവരെ കൊടുത്ത അപ്ഡേറ്റ് മുഴുവൻ കളഞ്ഞ് നമുക്ക് അനുകൂലമായ ഒരു അപ്ഡേറ്റ് കൊടുത്ത് ആദ്യം മുതൽ കേസ് വാദിച്ചാൽ കാര്യങ്ങൾ നടക്കും, ഇല്ലെങ്കിൽ നടക്കില്ല. അത് ചെയ്യാൻ ഇനിയും മാർ മാത്യു മൂലക്കാടിന് അവസരമുണ്ട്. എനിക്ക് പറയുവാനുള്ളത്, ഈ ജനത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അത് ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ക്നാനായക്കാർ ഇത് സഹിക്കില്ല. അപ്പൊ ചിലപ്പോൾ കോട്ടയം രൂപതയുടെ പുറകിലത്തെ വാതിലിൽ കൂടി ഈ ക്നാനായക്കാരുടെ രോഷാഗ്നി വന്നു കഴിയുമ്പോൾ പുറകിലത്തെ വാതിലിൽ കൂടി പ്രാണരക്ഷാർത്ഥം മാർ മാത്യു മൂലക്കാട് ഓടേണ്ടി വരും. എന്തുകൊണ്ട്? ഇനിയും നമ്മളെ സഹായിക്കാൻ തയ്യാറില്ലെങ്കിൽ അന്ന് ഓടിപ്പോകുന്ന ഇന്ന് മാക്കീൽ പിതാവ്, അദ്ദേഹത്തെ ഇന്നും നമ്മൾ വാഴ്ത്തുക, നമ്മളെ രക്ഷിക്കാൻ പോവുക. പക്ഷേ മാർ മാത്യു മൂലക്കാടിന് അങ്ങനെ ഓടേണ്ടി വന്നാൽ, ഒറ്റുകാരനായിട്ട് ഓടേണ്ടി വന്നാൽ, വരും തലമുറ യൂദാസായിട്ട് മാത്രമേ കണക്കാക്കൂ എന്ന് എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഇടവകളിൽ ചലനമുണ്ടാക്കണം. ഇനി ഇത്രയും നാൾ നമ്മൾ സഹിച്ചു, ഇനി ഈ സഹനവുമായിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾ വഴിയാധാരമാകും, നമ്മൾ തെരുവിലാകും. അതിന് നിങ്ങൾ ഇടകൊടുക്കരുത്. നിങ്ങളുടെ സമുദായത്തെ രക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്ന് മാത്രം ഈ മഴയത്ത്, ഈ കൊടിയ മഴയത്ത് ഇത്രയധികം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വികാരമുണ്ട്, നിങ്ങളുടെ സിരകളിലൂടെ ക്നാനായ രക്തമൊഴുകുന്നുണ്ട്. അതിൻ്റെ ആ ഗൗരവം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്ത് ത്യാഗം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ത്യാഗത്തിന് തയ്യാറാകണം. ആ ത്യാഗം അതായിരിക്കണം നമ്മളെ വരും തലമുറയുടെ രക്ഷ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. നമുക്കറിയാം, ബേബി സാറ് ഏത് കാര്യവും പഠിച്ചിട്ട് പറയുന്നൊരു വ്യക്തി കൂടിയാണ്. ഏതാണ്ട് 183 പേജുള്ള നമ്മുടെ വിധിയുടെ പകർപ്പ് അദ്ദേഹം ഇരുന്ന് പഠിച്ചിട്ടാണ് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നിവിടെ വന്ന് കോടതി വിധിയെക്കുറിച്ച് പറഞ്ഞ ബേബി സാറിൻ്റെ എല്ലാവരുടെയും പേരിലും നന്ദി അവസരത്തിൽ അറിയിക്കുകയാണ്.